Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ആക്ടറായിട്ടുള്ള സൈജു കുറുപ്പിനെയായിരുന്നോ പ്രൊഡ്യൂസറായിട്ടുള്ള സൈജു കുറുപ്പിനെയായിരുന്നോ സെറ്റിൽ കണ്ടത്? എനിക്ക് ആക്ടറായിട്ടും തോന്നിയിട്ടില്ല. വളരെ നമ്മളെ യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. ഞാൻ ആക്ച്വലി ആ ക്യാരക്ടറിനെ ആലോചിക്കുകയാണ്, അതാ ഞാൻ നോക്കാത്തത് അങ്ങട്. അച്ചപ്പം മുറുക്ക് മറ്റേ സംഭാരം, ഇതൊക്കെ ഓരോ മിക്സർ സംഭാരമാണ് കോമ്പിനേഷൻ. അച്ചപ്പം മുറുക്ക് ഒരു കോമ്പിനേഷൻ. ഒരു റാപ്പറിൽ നിന്നും സിനിമയിലേക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ട്? ചെറുപ്പാണല്ലോ, ഇപ്പൊ ചെറുപ്പാണല്ലോ. ചെറുപ്പം തൊട്ട് പറയും, ചെറുപ്പം എപ്പോഴും അതെ ചെറുപ്പമാണ്. പ്രോപ്പർട്ടീസ് വരെ അഭിനയിച്ചു. ഇങ്ങനെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഷൂട്ട് ചെയ്ത് ക്ലൈമാക്സിന് ഏറ്റവും ഷൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് തന്നെ ഒന്ന് ഓടി അവിടേക്ക് എത്തണ്ടേ, നമ്മള് കഥയുടെ ഓർഡറിലോ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള രണ്ട് മക്കളോ? അതെ, അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛന് പറ്റും. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ഭരതനാട്യം മൂവിയുടെ മോഹിനിയാട്ടം മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് ടീം മോഹിനിയാട്ടം. ഞാൻ ഭരതനാട്യത്തിൽ പിടിച്ച് നിൽക്കാം. അല്ല, നമ്മുടെ ടൈറ്റില് ഭരതനാട്യം ടു മോഹിനിയാട്ടം, അപ്പൊ അത് കുഴപ്പമില്ല. ഓക്കെ. ശരിക്കും പറഞ്ഞ ആദ്യത്തെ സിനിമയിൽ നിന്നും രണ്ടാമത്തെ സിനിമയിലേക്കുള്ള ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എന്ത് പറ്റി ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കാൻ ഉള്ള ഒരു തോന്നൽ? ഡയറക്ടർ തന്നെ അങ്ങ് തുടങ്ങിക്കോ. അല്ലെ, തോന്നൽ എനിക്കറിഞ്ഞില്ല. തോന്നൽ ഭരതനാട്യം OTT-യിൽ വർക്കായി നിന്നിരുന്ന സമയത്ത് അതിനൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവര് വിളിച്ചതാ. ഞാൻ സാധ്യത ഇല്ലെന്നാ പറഞ്ഞത്. അല്ല അങ്ങനെ നമ്മളവിടെ ക്ലോസ് ചെയ്തായിരുന്നല്ലോ ആ സിനിമ. അപ്പോ തോമസ് ചേട്ടനാ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഐഡിയ തോന്നി. അപ്പോഴല്ല, ഒരു ഐഡിയ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഭരതനാട്യം പോലെ തന്നെ അതേ അച്ഛൽ വർക്കാതെ ഇവരെ കൊണ്ട് വേറൊരു പരിപാടി ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. സൈജേട്ടൻ ഇതിനകത്ത് പഴയ ഒരു പാവം ആ പേടിത്തൊണ്ടനായിട്ട് തന്നെയാണോ? ക്യാരക്ടറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു പരിണാമം സംഭവിച്ചിട്ടുണ്ടോ? ആക്ച്വലി ശശി എന്ന് പറയുന്ന ക്യാരക്ടർ പേടിത്തൊണ്ടനല്ല. അയാള് കുറച്ച് പവറുള്ള ആളാണ്. മസിൽ പവറല്ല ഞാൻ പറഞ്ഞത്. അയാളുടെ മനസ്സിന് കുറച്ച് കട്ടിയുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭരതനാട്യത്തിൽ ആ ക്യാരക്ടറിനെ കണ്ടില്ല, ഇത്രയും പ്രശ്നം വീട്ടിൽ നടന്നിട്ടും അയാളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നാട്ടുകാരെ അറിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ. അപ്പോൾ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാള് ഫാമിലിയൊക്കെ ഒരുമിച്ച് നിർത്തി എല്ലാവരെയും. പിന്നെ സ്വന്തം അച്ഛനൊരു വേറെ ഫാമിലി ഉണ്ടെന്ന് പറയുമ്പം അത് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒന്ന് തകരും അല്ലേ. അതിനുശേഷം പിന്നെ ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം അയാള് അല്ലേ. അതൊരു അയാൾ അത്രയും മനസ്സുകൊണ്ട് അയാൾ അത്രയും പവറുള്ള ആളാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. ഒരു ചെറുതായിട്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം തിയേറ്ററിക്കൽ ഒരു സ്ട്രക്ചറിലേക്ക് നമുക്കിത് ഡിസൈൻ ചെയ്യണമായിരുന്നു. അതായത് ഭരതനാട്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് എന്ന് വെച്ചാൽ ഒരു പടം വളരെ എൻ്റർടൈനിങ് ആണെങ്കിലും ഇതൊരു തിയേറ്ററിക്കൽ വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ജോണർ ഷിഫ്റ്റ് നടത്തിയിട്ട് ഇതൊരു കറക്റ്റ് തിയേറ്ററിക്കൽ വാച്ച് പോലത്തെ ഒരു സിനിമയാക്കി നമ്മൾ. ഓക്കെ, ആ രീതിയിലാണ് ഇവൻ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭരതനാട്യത്തിൽ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനോട് പറഞ്ഞിരുന്നത്, എടാ നമുക്ക് ഒരു 20 മിനിറ്റിലെങ്കിലും നമുക്ക് ടേക്ക് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് പണിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്കും 5-ാമത്തെ മിനിറ്റ്, അതായത് മറ്റേ സ്മോക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ വരുമല്ലോ, അതൊന്നും ഇൻക്ലൂഡ് ചെയ്യണ്ട. പക്ഷേ നമ്മുടെ സിനിമയുടെ വിഷ്വൽസ് തുടങ്ങി 5-ാമത്തെ മിനിറ്റിൽ നമ്മുടെ ഇതിൻ്റെ അകത്തൊരു പുതിയ ക്യാരക്ടർ എൻ്റെ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി തൊട്ട് പടം ടേക്ക് ഓഫാണ്. പിന്നെ അതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ഗ്രാഫ് മേളിലേക്കാണ് പോകുന്നത് ടിൽ ദ മൂവി എൻഡ്സ്. ആൻഡ് ഒരു ജോണർ ഏതാണെന്ന് ചോദിച്ചാൽ ദിസ് ബിലോങ്സ് ടു dark humor genre, plus it's a crime thriller. Yeah, plus it's a family movie. ത്രില്ലർ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ത്രില്ലടിപ്പിക്കുന്നതിനാണല്ലോ ത്രില്ലർ എന്ന് പറയുന്നത്. നമ്മൾ ത്രില്ലടിപ്പിക്കും.
അത് ചിരിപ്പിച്ചുകൊണ്ടായിരിക്കാം, പേടിപ്പിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അടുത്തത് എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ള അറിയാനുള്ളൊരു ത്രില്ലായിരിക്കാം. ഓക്കെ, സോ അതാണ് ഞാൻ അങ്ങനെ വിശേഷിപ്പിച്ചത്. പിന്നെ ഇതൊരു ഫാമിലി മൂവി ആണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഫാമിലി മൂവി. അപ്പോൾ ഇത് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടില്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ സിനിമയുടെ ഡിസൈൻ ഈസ് ഫോർ ഓൾ ജനറേഷൻസ്. യങ്സ്റ്റേഴ്സിനും ഇഷ്ടപ്പെടും, ടീനേജേഴ്സിനും ഇഷ്ടപ്പെടും, മിഡിൽ ഏജ്ഡ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അബവ് 40 ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയാണ്. ഐ ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ് ദിസ് മൂവി വിൽ മേക്ക് ദ ഓഡിയൻസ് ഹാപ്പി. ചേട്ടാ മിണ്ടാതിരിക്കുക, ഒന്നും പറയാനില്ലേ? അല്ല, അങ്ങോട്ട് ചോദ്യം ചെന്നിട്ടില്ല, അതുകൊണ്ടാണ്. ശ്രീചേച്ചി ഇതിലൊരു എന്താ ഒരു മെയിൻ ക്യാരക്ടറാണ് അമ്മ. അപ്പോ ഇതിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ സ്വിച്ച് എങ്ങനെയാണ് വരുന്നത്? ഞാൻ മനസ്സിലാക്കിയത് ഭരതനാട്യത്തിനേക്കാളും ഒരുപടി മുന്നിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. എനിക്ക് അതിന് കൃഷ്ണദാസിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. ഞാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ, അറിയാലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു അഭിനയത്തിലേക്ക് വരുമ്പം നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നത് നമുക്ക് വലിയൊരു ബോണസാണ്. അപ്പോൾ അതുപോലെ ഇത് വലിയൊരു ബോണസായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് ഈ സൈജു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മുഹൂർത്തങ്ങൾ, എമോഷൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിങ്, ഹൊറർ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഞാനും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരാള് ഹലോ ഒരു റാപ്പറിൽ നിന്നും സിനിമയിലേക്ക് ഒരു ജേണി എങ്ങനെയായിരുന്നു? അറിയാലോ, ജിംഖാന ത്രൂ. ശരിക്കും പറഞ്ഞ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ട്? ചെറുപ്പാണല്ലോ. ചെറുപ്പമാണ് എപ്പോഴും. അതെ, ചെറുപ്പമാണ്. ചെറുപ്പം അങ്ങനെയല്ല, സിനിമ കാണുമ്പോ എല്ലാവർക്കും അങ്ങനെ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു കടകാര്യമായിട്ടൊന്നും അങ്ങനെ സിനിമയ്ക്ക് വരുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് വരുന്നത് കോസ്റ്റ്യൂം ഡിസൈനിങ് പഠിക്കാനാണ്, ഫാഷൻ ഡിസൈനിങ്. അപ്പം എനിക്ക് സിനിമയിൽ ജോയിൻ ചെയ്യാൻ തന്നെയായിരുന്നു താല്പര്യം. സിനിമയിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസൈനിങ് വർക്ക്സ്, ക്ലോത്ത് ആയിട്ട്. അപ്പം പിന്നെ അവിടുന്നാണ് ഈ എഴുത്തും പരിപാടിയും അങ്ങനെ അവിടുന്ന് പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയത്. വെറൈറ്റി ഡ്രസ്സൊക്കെ അതെ, അതൊരു സാമ്പിൾ ആണ്. മാത്രമേ സിൽക്കിന്റെ കുപ്പായുള്ളൂ, കാശുള്ള വീട്ടിലാണല്ലേ. ശരിക്കും ഇതിലെ ക്യാരക്ടറിലേക്ക് വരുമ്പം എന്താണ്, എങ്ങനെയാണ്? അതാണ് ഇപ്പം ഇതിൽ എൻ്റെ ഡിഫറെന്റ് ആണ് ക്യാരക്ടർ ഈ പടത്തിൽ ഞാൻ ചെയ്യുന്നത്. ജിംഖാനയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ. ജിംഖാനയിൽ നിന്ന് വ്യത്യസ്തമാണ്. പിന്നെ മൊത്തത്തിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് സ്റ്റൈലും കൂടെ മേജറായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ എൻ്റെ ലൈഫ് സ്റ്റൈലാണല്ലോ കൂടുതൽ പോകുന്നത് ആസ് എ ക്യാരക്ടർ എന്നുള്ളതിനേക്കാളും. അപ്പം അതും ഇതും എങ്ങനെ വെച്ച് കൂട്ടി നോക്കിയാലും ഇത് നേരെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ തന്നെയാണ് എന്നെ ഇതിലേക്ക് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക, ഞാനിവിടെ എത്താൻ കാരണം, അത് ചെയ്യാൻ ഓക്കെ എന്ന് പറയാൻ കാരണം. അപ്പം ഭയങ്കര എന്താ പറയാ, എല്ലാരെയും നടന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ കൂടുതൽ ഇമോഷൻസും കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പടത്തിൽ ചെയ്യാന്നുള്ള രീതിയിൽ. ജിംഖാനയിൽ ഒന്നുകൂടെ മിനിമൽ പരിപാടികളായിരുന്നല്ലോ, കുറച്ച് പരിപാടികൾ. ഇതില് അങ്ങനെ അഴിച്ചുവിട്ട പോലത്തെ ഒരു പരിപാടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെയല്ല, പ്രശ്നം വേറെ രീതിക്കാ പോണത്. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അതിന് നന്ദി പറയാണ്. കാരണം ഒരു അഴിച്ചുവിടുക എന്ന് പറയുക, ഒരു മൂന്നാമത്തെ പടത്തിൽ ഒരാളെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ചാൻസാണ്. ഫസ്റ്റ് പടത്തിൽ ഇതിന്റെ ഏകദേശം ഒരു ട്രിപ്പ് കിട്ടി. കാരണം ഫസ്റ്റ് ജിംഖാനക്ക് ഫസ്റ്റ് സീസൺ ഞാൻ പോയിട്ട് 5 മണിയാകുമ്പോൾ എന്താ വിടാത്തെന്ന് നോക്കിയിരിക്കുന്നു വീട്ടിക്ക്. അപ്പൊ അതിൽ നിന്ന് പടം ഇങ്ങനെയാണ്. ആ സ്ഥലത്ത് രാത്രി 2 മണിക്ക് മഴ കൊള്ളുന്നത്. എത്രയോ ദിവസങ്ങൾ രാത്രി അടുപ്പിച്ച് മഴയത്ത് കൊണ്ട് നിർത്തിയില്ല, ഷർട്ട് നടാതെ നനഞ്ഞ് തോർത്ത് പാത്രം കൊടുത്ത് അങ്ങനെ. അത് ഡിസംബർ മാസം അതൊരു കാടിന്റെ ഉള്ളിൽ ഒരു കുഗ്രാമത്തില്. അപ്പം ഏകദേശം നമുക്കത് മനസ്സിലായി. ഇതിന്റെ ഒരു ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് എന്റെ പെർസ്പെക്റ്റീവ് മാറി എന്റെ. അതായത് പിന്നെ ഞാൻ ക്യാമറയുടെ പിന്നീന്ന് അയക്കും, ഇതിന്റെ ബാക്കിൽ ആൾക്കാരൊക്കെ നിൽക്കണ്ടില്ലേ എന്നുള്ളത് സിനിമ കാണുമ്പോഴേ. അപ്പൊ അവിടുന്ന് പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞു വന്ന്. അപ്പം ഒരു തേർഡ് മൂവി എന്നുള്ള രീതിയിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എനിക്ക്. ആൻഡ് ആ ഒരു ക്യാരക്ടറും
ഇങ്ങനെ തന്നെയാണ്, ഒരു നാടൻ മുണ്ടൊക്കെ കൊടുത്ത്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് പോസ്റ്റർ കണ്ടപ്പോ കത്തിയില്ല ബേബി ജീനാണ് എന്നുള്ളത്. വോയിസ് ഭയങ്കര ചേഞ്ച് ഉണ്ട്. കഴിവായിട്ട് പ്രഖ്യാപിക്കല്ലേ, ഡയറക്ടറുടെ കഴിവായിട്ട് പ്രഖ്യാപിക്കും. ശരിക്കും നിങ്ങൾക്ക് 3 പേർക്കും ആക്ടർ ആയിട്ടുള്ള സൈജു കുറുപ്പിനെ ആയിരുന്നോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സൈജു കുറുപ്പിനെ ആയിരുന്നോ സെറ്റിൽ കണ്ടത്? അല്ല, സെറ്റിലൊരിക്കലും പ്രൊഡ്യൂസറിനെ പോലെ നിന്നിട്ടില്ല. ലാസ്റ്റ് ഡേ എന്റെ ഷൂട്ട് കഴിഞ്ഞാൽ എന്താന്നുള്ളത് വെറുതെ ചോദിക്കും, അങ്ങനെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഷൂട്ട് സമയത്ത് നമുക്ക് പ്രൊഡ്യൂസർ ഫീൽ തന്നിട്ടില്ല. നാട്ടിൽ തന്നിട്ടില്ല, ഇവിടെ തന്നിട്ടില്ല. ഞാനിവിടെ എന്റെ ഡയലോഗ് പഠിക്കുമോ ഇവിടെ ആക്ടറായിട്ട് തന്നെ പുള്ളി ഫുൾ നിന്നിട്ടുള്ളത്. എനിക്ക് ആക്ടറായിട്ടും തോന്നിയിട്ടില്ല. വളരെ നമ്മളെ നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എനിക്ക് ഡിഫറെന്റ് ആയിട്ടാണ് തോന്നി. ഐ മീൻ ഞാനവിടെ ഷൈജേട്ടന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഭയങ്കര പ്രൊഫഷണലാണ്, ഒരു ഫസ്റ്റ് ബെഞ്ച് സ്റ്റുഡന്റിന്റെ പോലെ. അതെ, ഞാൻ അതങ്ങനെ തലേന്ന് ഡയലോഗ് ചോദിക്കും, അത് പഠിക്കും, വന്നിരുന്നിട്ട് അത് ചോദിക്കും, വന്ന് സംശയങ്ങൾ ചോദിക്കൊണ്ടിരിക്കും. ഇവിടെ എല്ലാവരും കമ്പനി അടിച്ചിരിക്കുമ്പോൾ സൈജുവിന് കമ്പനി അടിക്കാൻ പോകും, പക്ഷെ എന്നാലും പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടേ അങ്ങനെ ബാക്കിയുള്ള സെറ്റിൽ നമുക്ക് ഷോർട്ട് സമയത്ത് നോക്കാം എന്നുള്ളൊരു മൂഡിൽ നിൽക്കുമ്പോൾ മാത്രം കൃത്യമായി പഠിച്ച് ഡൗട്ട് ചോദിച്ച് അങ്ങനെ അത് ഭയങ്കര നമുക്കും സൗകര്യമാണ്. അത് ചില ദിവസങ്ങളിൽ രാത്രി അമ്മ വിളിക്കുമ്പോഴേ അമ്മയുടെ ഞാൻ പറയും, അമ്മ ഞാൻ പെട്ടെന്ന് വയ്ക്കട്ടെ ഫോൺ, എനിക്ക് നാളത്തെ സീൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാനുണ്ട്. അപ്പോൾ അമ്മ പറയണതാണ്, എന്തായാലും ആയ കാലത്ത് നീ പഠിച്ചിട്ടില്ല, ഇപ്പോഴെങ്കിലും ദൈവമായിട്ട് നിന്നെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇല്ല, അങ്ങനെയില്ല. വെച്ചാൽ നമുക്ക് അൾട്ടിമേറ്റ്ലി സിനിമ വന്നാൽ നമുക്ക് കാര്യമുള്ളൂ. അപ്പം ആ ഒരു ധൃതിയൊന്നും എൻ്റെ ഭാഗത്തുനിന്നില്ലായിരുന്നു. തോമസ് ചേട്ടനും അങ്ങനെ എന്താണ് ഒരുപാട് പ്രഷറൈസ് ചെയ്തിട്ടില്ല. ബട്ട് ദെൻ എവറിത്തിങ് ഷുഡ് ബി അണ്ടർ കൺട്രോൾ അല്ലേ. നമുക്ക് നമ്മൾ അറ്റ് ലൊക്കേഷൻ നിൽക്കുമ്പോഴാണ് അവിടെ എന്താണ് പ്രശ്നം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. റിമോട്ട്ലി നമുക്കിപ്പം ആൾക്കാർ പറഞ്ഞ വിവരമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ എറണാകുളത്താണ്, ഇവിടെ കൂത്തുപറമ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എറണാകുളത്താണെങ്കിൽ ഞാൻ വിളിച്ചിപ്പം ദാസനോടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറോടോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനോടോ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന വിവരമുണ്ട്, ഇവിടെ കുറച്ച് ക്രൗഡ് കൂടുതലാണ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അവരെയൊക്കെ എന്താണ് ഫീൽഡിൽ നിന്ന് മാറ്റിയിട്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഡിലേ വരുന്നു. അപ്പോൾ ഇത് ഞാൻ റിസീവ് ചെയ്തു. അപ്പോഴും ഞാൻ ഓർക്കുന്നത് എന്നാലും ഇത്രയും ബുദ്ധിമുട്ടാണ്, അവരൊക്കെ പറഞ്ഞവർ മാറില്ലേ അല്ലേ. പക്ഷെ ഞാനവിടെ കൂത്തുപറമ്പ് തന്നെ ഉണ്ടെങ്കിൽ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ എനിക്കറിയാം അത് ശരിയാണ്, അവിടെ പ്രശ്നം തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്ക് ഈ പടം ഇപ്പം ഭരതനാട്യം നമ്മൾ 31 ദിവസം കൊണ്ടല്ലേ ഷൂട്ട് ചെയ്തത്, 32 ദിവസം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇത് നമുക്ക് 55 ദിവസം എടുത്തു. ബിക്കോസ് ഇത് കുറച്ചുകൂടെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. എൻ്റെ കരിയറിൽ തന്നെ ഞാൻ ലീഡ് റോൾ ചെയ്യുന്ന സിനിമയിൽ എൻ്റെ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് മൂവിയാണ്. വേറൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള പടത്തിലും എനിക്ക് അഭിനയിക്കാൻ പറ്റി കഴിഞ്ഞ വർഷം, യാ. അപ്പോൾ അത് രണ്ടും അടുപ്പിച്ച് സംഭവിച്ചു. സോ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അല്ല, കാശിലൂടെ ചിലവായതുകൊണ്ടല്ല, പക്ഷേ അത്രയും ക്യാൻവാസിൽ അത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാക്കിയ സിനിമകളല്ലേ. ഭരതനാട്യം നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ കുറവിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റി. ബിക്കോസ് അതിനകത്ത് ഒരുപാട് ലൊക്കേഷൻസ് ഇല്ല. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇതിനകത്തൊരു നിങ്ങളുടെ പോലെ തന്നെ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ അച്ചപ്പം, മുറുക്ക് മറ്റേ സംഭാരം, ഇതൊക്കെ ഓരോ മിക്സർ സംഭാരമാണ് കോമ്പിനേഷൻ. അച്ചപ്പം മുറുക്കൊരു കോമ്പിനേഷൻ. നമ്മുടെ ക്യാരക്ടേഴ്സ് ആണ് ഇതൊക്കെ അല്ലേ. അതെന്താണ് അതിന്റെ ഒരു അത് പറയല്ലേ, സസ്പെൻസ് ആണ്. അത് കാണണം, 10-ാം തീയതി കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണം. പ്രോപ്പർട്ടീസ് വരെ അഭിനയിച്ചെന്ന്. ഇങ്ങനെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, വന്ന് പോവും. ഇവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എപ്പോഴായിരുന്നു? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല, നമുക്ക് സെറ്റിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഓരോരുത്തരുടെ ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരിക. ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്ത് ക്ലൈമാക്സിനായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ഓടി അവിടേക്ക് എത്തണ്ടേ, നമ്മൾ കഥയുടെ ഓർഡറിൽ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആദ്യം എടുക്കുന്ന സീനിൽ ഫസ്റ്റ് വരുന്ന ഷോട്ടായിരിക്കില്ല ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ സ്ട്രെയിൻ ഉണ്ടെന്നുള്ളത് ഇവരെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ചേച്ചിക്ക് ഡബിംഗ് ആണോ ആക്ടിംഗ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടം.
എനിക്കും ഇഷ്ടമാണ്. ഡബിങ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡബിങ് ആണ്. ഇപ്പൊ ഡബിങ് ഒന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഇപ്പൊ ആക്ടിങ്ങിൽ ഐ എം എൻജോയിങ് ദിസ്. ചേച്ചിനെ കാണുമ്പോൾ തൊട്ട് എനിക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു ഇത്, അതായത് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു കാവ്യ മാധവനായിരിക്കും. മേ ബി ചേച്ചിയുടെ സൗണ്ട് നമുക്ക് എപ്പോഴും കാവ്യ ചേച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ചേച്ചീനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ചേച്ചിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും? ഏതെങ്കിലും പറഞ്ഞു വേണമെങ്കിൽ അത് ശാലിനിയല്ലേ? അല്ല, കാവ്യ മാധവന്റെ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും പറഞ്ഞു. അതും തന്നെ രണ്ട് You cheat! You bloody cheat! വിടണ്ട, തൊടണ്ട എന്നെ. എന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലെ എനിക്കിപ്പോ അല്ല, ഞാനൊരു വട്ടം ഇത് കേൾക്കുമ്പോ ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ആക്ച്വലി ആ ക്യാരക്ടറിനെ ആലോചിക്കുകയാണ്, അതാ ഞാൻ നോക്കാത്തത് അങ്ങട്. ചേച്ചി ഇന്ന് കോളേജ് വെച്ച് മറ്റേ കുട്ടിയുടെ ശബ്ദത്തിൽ ഞാൻ എത്തിച്ചു നോക്കിയേ ആരാന്ന്. അല്ല, അത് കറക്റ്റ് കുട്ടിയുടെ ശബ്ദം, പക്ഷെ ഒരു ഭാവവ്യത്യാസമില്ല കേട്ടോ. മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടേ അത് മുഖത്തൊരു സ്ട്രെയിനും ഇല്ല. സാധാരണ ഇപ്പം നമുക്കത് അറിയില്ല, സ്ട്രെയിൻ ആകുമെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ ചേച്ചി ഇങ്ങനെ ചിരിച്ചോണ്ടേ കുട്ടിയുടെ ഒരു 3 വയസ്സ് 4 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ചോദിച്ചാ പറയാം. ഞാൻ ചോദിക്കാം. ചേച്ചി എന്നാ റിലീസ് സിനിമയുടെ? അയ്യോ അതറിയില്ല. അയ്യോ എന്നാ? ഏപ്രിൽ 10. ശരിക്കും ചേച്ചിയുടെ റോൾ എന്താ ഇതിനകത്ത്? ഞാനില്ലേ രുക്മിണി അമ്മയുടെ മോളാണ്. ഒരു സ്ട്രെയിനും ഇല്ല മുഖത്ത്. ഇത് എവിടെ നിന്ന് ഈ സൗണ്ട് വരുന്നേ? അയ്യോ. എനിവേ, ഏപ്രിൽ 10 റിലീസ് ആവാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പടം കാണണം. ഭരതനാട്യം തിയേറ്ററിൽ പോയി കാണാത്തവരുടെ വലിയ മിസ്സിംഗ് ആണ് അത്, സത്യം പറഞ്ഞാല്. അത് ഒന്നുകൂടി ഇന്നോ നാളെയോ ഇരുന്ന് കണ്ടിട്ട് മോഹിനിയാട്ടത്തിന് മിസ് ചെയ്യാതെ ഏപ്രിൽ 10 തൊട്ട് എല്ലാവരും കാണണം എന്നാണ് പറയാനുള്ളത്. ഇത് അതിനേക്കാളും ഗംഭീര പടമാണ്, അതിനേക്കാളും എല്ലാവരും എൻജോയ് ചെയ്യുന്നുള്ള ഫോർ ഷുവർ. അപ്പൊ അത് എല്ലാവരും കാണണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അതെ, ഞാനും ബേസിക്കലി ചേച്ചി പറഞ്ഞ പോലെ സത്യമായിട്ടും ഭരതനാട്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ഉറപ്പായിട്ടും ഞങ്ങൾ ഏപ്രിൽ 10 ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഒരു കാര്യം കൂടെ എനിക്ക് സജിച്ചേട്ടനെ കാണുമ്പോൾ പറയണമെന്ന് ഓർത്തിരുന്നായിരുന്നു, ആടില് അമേസിങ്, എല്ലാവരും നല്ലതായിരുന്നു. എനിക്ക് സജിച്ചേട്ടനെ നേരിട്ട് കണ്ടപ്പോൾ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്താണെങ്കിലും പടം വൻ വിജയമായിരിക്കട്ടെ. Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler.